വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാട്ടോ. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഡോക്ടർ വി നാരായണൻ. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടി നടന്നത് എവിടെയാണ്? പാരീസ്. ഏത് രാജ്യത്തുണ്ടായ ഭൂകമ്പത്തിൽ സഹായമെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ? മ്യാൻമർ. ഇന്ത്യ ഏത് ലോക കായികമേളയിൽ വിജയിച്ചതിന്റെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേരാണ് മാർച്ച് ഓഫ് ഗ്ലോറി? ഹോക്കി ലോകകപ്പ്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന് നൽകിയ പുതിയ പേര് എന്താണ്? വിജയ് ദുർഗ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും വലുതുമായ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചത് എവിടെയാണ്? ലഡാക്ക്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയുടെ പേരെന്താണ്? ഓഷ്യൻയാൻ. അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട MASH രോഗം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫാറ്റി ലിവറിന്റെ ഗുരുതരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. നക്സലിസം, മാവോയിസം എന്നിവയെ തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടക്കമിട്ട സംരംഭത്തിന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ കാഗർ. ഏത് രാജ്യത്തിന്റെ പേരിൽ അക്ഷരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയത്? തുർക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് പുറപ്പെടുവിച്ച നഗരത്തിന്റെ പേരെന്താണ്? ഗാസിയാബാദ്. കേന്ദ്ര സർക്കാർ ആയുർവേദ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് ദിവസമാണ്? സെപ്റ്റംബർ 23. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് ഉച്ചകോടി, അതായത് വേവ്സ് 2025, അതിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി ഒരു കപ്പൽ നിർമ്മാണ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അന്തർദേശീയ സസ്യ ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 12. ഇന്ത്യയിൽ ആദ്യമായി ജംഗിൾ സഫാരി ട്രെയിൻ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പ്രഥമ 24x7 സോളാർ പവേഡ് ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട മൊധേര ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ബ്ലോക്ക് ചെയിൻ സംവിധാനത്തിലൂടെ വിത്ത് വിതരണം നടത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. 97-ാം ഓസ്കർ പുരസ്കാരത്തിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്ന സിനിമ. ഐ ആം സ്റ്റിൽ ഹിയർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥലം നിലവിൽ വരുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ബ്രിട്ടീഷ് നാവികസേനയുടെ ഏത് യുദ്ധവിമാനമാണ് അപകടാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്? F-35. പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരം ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. സൂര്യന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ ഇതുവരെ എടുത്തതിൽ വ്യക്തമായി ചിത്രം പകർത്തിയത് ഏത്? സോളാർ ഓർബിറ്റൽ പേടകം. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളം. US-ലെ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പുതിയ പ്രൊവോസ്റ്റായി നിയമിക്കപ്പെട്ടത് ആരാണ്? പ്രൊഫസർ അനന്ത ചന്ദ്രഗാസൻ. പാലസ്തീനിലെ ഗാസയിലേക്ക് സഹായവുമായി പോയതിന് ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ഗ്രറ്റ ത്യൂൻബേ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് ജൂൺ 11-ന് വിജയകരമായി പരീക്ഷിച്ച ആധുനിക ഡ്രോൺ ഏതാണ്? രുദ്രാസ്ത്ര. അടുത്തിടെ സർ പദവി ലഭിച്ച ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ആരാണ്? ഡേവിഡ് ബെക്കാം. ഏത് മുൻ ഫ്രഞ്ച് പ്രസിഡന്റിൽ നിന്നാണ് നേരത്തെ നൽകിയ ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ അടുത്തിടെ തിരിച്ചെടുത്തത്? നിക്കോളാസ് സർഗോസി.
സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ്? റേഡിയോ നെല്ലിക്ക. ഏത് പേരിൽ അറിയപ്പെട്ട സൈനിക നീക്കത്തിലൂടെയാണ് പഹൽഗാം ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 3 പേരെ ഇന്ത്യ വധിച്ചത്? ഓപ്പറേഷൻ മഹാദേവ്. 2021 മതികെട്ടാൻ ചോലയിൽ നിന്ന് കണ്ടെത്തിയ കാശിത്തുമ്പയ്ക്ക് കേരളത്തിലെ ഏത് മുഖ്യമന്ത്രിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? VS അച്യുതാനന്ദൻ. ഇംപേഷ്യസ് അച്യുതാനന്ദി എന്നാണ് നൽകിയിരിക്കുന്ന പേര്. 16ാമത് JC ഡാനിയൽ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. വിദൂരത്തിലൂടെ യുദ്ധമുഖത്തെക്കുറിച്ച് കൃത്യമായി അറിയാനും പ്രതികരിക്കാനും നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള യുദ്ധ സംവിധാനം ഇന്ത്യൻ കരസേന വിജയകരമായി പരീക്ഷിച്ചു. ഇത് ഏത് പേരിൽ അറിയപ്പെടുന്നു? ദിവ്യദൃഷ്ടി. സംസ്ഥാനത്ത് എത്ര രൂപയ്ക്കുമേൽ വിലയുള്ള മദ്യമാണ് ചില്ലുകുപ്പികളിൽ വിൽക്കണമെന്ന് നിർദ്ദേശം വന്നത്? 800 രൂപ. കർണാടകയിലെ കോലാറിൽ യുവതിയിൽ കണ്ടെത്തിയ പുതിയ ഇനം ആന്റിജന് ഗവേഷകർ നൽകിയ പേരെന്താണ്? ക്രൈബ്. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ച ജിൻ ടൗട്ടസ് പലൂക്കാസ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ലിത്വാനിയ. ദക്ഷിണേന്ത്യൻ സാഹിത്യത്തിൽ മികച്ച സംഭാവനകൾ നൽകുന്ന എഴുത്തുകാർക്ക് ബുക്ക് ബ്രഹ്മ പുരസ്കാരം 2025 അർഹനായത് ആരാണ്? KR മീര. തമിഴ്നാട്ടിൽ ഏത് ചോള രാജാവിന്റെ സ്മാരക നാണയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകാശനം ചെയ്തത്? രാജേന്ദ്ര ചോള ഒന്നാമൻ. സംസ്ഥാനത്തെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടതാരാണ്? K മധു. ഏത് രാജ്യമാണ് എണ്ണപ്പാടശേഖരങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് പാകിസ്ഥാനുമായി കരാറിലേർപ്പെട്ടത്? US. 16ാമത് JC ഡാനിയൽ പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമ. സാമൂതിരി രാജവംശത്തിലെ മാനവ വിക്രമന്റെ പേര് പരാമർശിക്കുന്ന ശിലാലിഖിതം എവിടെ നിന്നാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് അടുത്തിടെ കണ്ടെത്തിയത്? കോഴിക്കോട് പേരാമ്പ്രയ്ക്കടുത്തുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് യൂട്യൂബ് വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. പ്രശസ്ത ബാർബി പാവയുടെ സൃഷ്ടാക്കൾ ആരെല്ലാമാണ്? മരിയോ പെഗ്ലിനോ, ജിയാനി ഗ്രോസി. മരിയോ പെഗ്ലിനോ, ജിയാനി ഗ്രോസി. ഇപ്പൊ ഇത് ചോദിക്കാനുള്ള കാരണം ജൂലൈയില് ഒരു വാഹനാപകടത്തില് അന്തരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ടാണ് കേട്ടോ ഇതും കൂടെ പറയാനുള്ള കാരണം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിലെ. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.